വേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ അടൂർ കോരിക്കണ്ടം അംഗൻവാടിയിൽ കന്നഡ അധ്യാപികയെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർഡ് അംഗത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. This news sponsored by Bobby Chemannur International Jewelers. പതിനെട്ടോളം കുട്ടികളുള്ള കോരിക്കണ്ടം അംഗൻവാടിയിലെ 16 കുട്ടികളും കന്നഡ ഭാഷ മാത്രം അറിയുന്നവരാണ്. എന്നാൽ 2 മാസം മുമ്പ് പഞ്ചായത്ത് നിയമിച്ച അധ്യാപികയ്ക്ക് മലയാളം മാത്രമേ അറിയുകയുള്ളൂ. നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ കന്നഡ അറിയുന്ന നിരവധി പേർ എത്തിയിരുന്നുവെങ്കിലും ഇവരെ ഒഴിവാക്കിയായിരുന്നു മലയാളം അധ്യാപികയുടെ നിയമനം. ഇതേ തുടർന്ന് കന്നഡ അറിയുന്ന അധ്യാപികയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പലതവണ പഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയായി അനുഭവപൂർവ്വമുള്ള നിലപാടോ നടപടിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈയൊരു സാഹചര്യത്തിൽ കർമ്മസമിതിക്ക് രൂപം നൽകിയ നാട്ടുകാർ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ പഞ്ചായത്തിനും നിവേദനം നൽകിയിരുന്നു. ഇതിന്മേലും നടപടിയൊന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് വാർഡ് മെമ്പർ പ്രമീള സി നായിക്കിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കളെയും നാട്ടുകാരെയും അണിനിരത്തി പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ದೇವೆ. ನಿಮ್ಮ ತರ್ಪವನ್ನ ಇಲ್ಲಿಯ ಕನ್ನಡಿಗರ ಮೇಲೆ ಹೇರಲು ನೋಡಬೇಡಿ. ನಾವು ಕ್ಷಮಾಶೀಲರು, ನಮ್ಗೆ ಸಹಿಸಿ ಗೊತ್ತು, ಕ್ಷಮಿಸಿ ಗೊತ್ತು. ಆದ್ರೆ ಒಂದು ಹಂತ ಬಿಟ್ರೆ ನಾವು ಅತ್ಯಂತ ದೊಡ್ಡ ರೂಪದಲ್ಲಿ ನಮ್ಮ ವಿಶ್ವ ರೂಪವನ್ನ ಕಾಣಿಸಲಿಕ್ಕಿರುವಂತಹ ಅವಕಾಶವನ್ನ ಮಾಡಬೇಡಿ. ಅದು ನಿಮಗೆ ಒಳ್ಳೆಯದಕ್ಕಲ್ಲ ಅಂತ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇಚ್ಛೆ ಪಡ್ತಾ ಇದ್ದೇನೆ. ഭാഷാ ന്യൂനപക്ഷങ്ങൾ കൂടുതലായുള്ള പ്രദേശത്ത് ഭരണഘടനാ അവകാശവും സർക്കാർ വാഗ്ദാനവും പാലിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് രക്ഷകർത്താക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഭരണസമിതിക്കൊക്കെ നിവേദനം നൽകിയിട്ടും അതിന് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും ജില്ലാ ഭരണകൂടത്തെയും പഞ്ചായത്ത് അധികൃതരെയും ഒക്കെ കണ്ട് നിവേദനം കൊടുത്തു. പക്ഷെ അതിനും ഒരു തീരുമാനമെടുക്കാൻ, ന്യായമായിട്ടുള്ള ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കാസർഗോഡ് ഒരു ഭാഷാ ന്യൂനപക്ഷ പ്രദേശമാണ്. നമ്മുടെ ഐക്യ കേരള രൂപീകരിക്കുന്ന സമയത്ത് ഇവിടെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് കുറേ അവകാശങ്ങൾ അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തതാണ്. അത് ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശങ്ങളാണ്. ആ അവകാശങ്ങളൊക്കെ കവർന്നെടുത്തുകൊണ്ട് ഇവിടുത്തെ അംഗൻവാടിയിൽ കന്നഡ പിള്ളേർ ഉള്ള അംഗൻവാടിയിൽ ആ ഭാഷ അറിയാത്ത അധ്യാപികയെ നിയമിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പുതുമയുള്ളതല്ലെന്നും ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുമ്പേ ഈ അടൂർ സ്കൂളിലും കന്നഡ മാധ്യമ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കന്നഡ അറിയാത്ത മലയാള അധ്യാപകന്മാരെ നിയമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ പല സ്കൂളുകളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കന്നഡ മാധ്യമങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് കന്നഡ അറിയാത്ത അധ്യാപകന്മാർ എന്ന നിലയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ PSCയിൽ കന്നഡ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്ന സമീപനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം തന്നെ എല്ലാവരും നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചടങ്ങിൽ അശോക് സരളായ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് മുരളീധര വെള്ളക്കൂരായ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ನಮಗೆ ಕೊಟ್ಟಂತಹ ಸಂವಿಧಾನದ ಹಕ್ಕನ್ನು ಉಳಿಸುವುದಕ್ಕೆ ನಾವು ಈ ರೀತಿ ಹೋರಾಟ ಮಾಡಬೇಕಂತ ಗತಿಗೇಡು ಕನ್ನಡಿಗರ ಪಾಲದಲ್ಲಿ ನಮಗೆ ಅತಿಯಾದಂತಹ ಖೇದವಿದೆ, ದುಃಖವಿದೆ. ಇದಕ್ಕಾಗಿ ನಮ್ಮನ್ನು ಈ ಹೋರಾಟಕ್ಕೆ ಇಳಿಸಿದಂತಹ ಈ ಸರ್ಕಾರದ ನೀತಿ ನಿಜವಾಗಿಯೂ ದುಃಖಕರ.
ಅದು ನಿಜವಾದ ಸರಿಯಾಗಿ ಅಲ್ಲ ಅಂತ ಹೇಳೋದಕ್ಕೆ ಸ್ಪಷ್ಟವಾದ ನಿದರ್ಶನ ಇಂದಿನ ಹೋರಾಟಗ ಅಥವಾ ಪ್ರತಿಭಟನೆ. ಇದು ಸಹ ಈ ಸಣ್ಣ ಪ್ರತಿಭಟನೆಯನ್ನು ಕಾಣಿಸಿದ್ದು ನಾವು ಸಣ್ಣ ರೀತಿಯಲ್ಲಿ ಮುಂದೆ ಇದನ್ನು ದೊಡ್ಡ ರೀತಿಯಲ್ಲಿ ಮಾಡಲು ನಾವು ಶಕ್ತರಾಗಿದ್ದೇವೆ ಅಂತ ಕಾಣಿಸ್ತಾ ಇದ್ದೇವೆ. ജയനാരായണ തായന്നൂരു, സുന്ദര ബാരടക്ക, വാർഡ് മെമ്പർ പ്രമീള സി നായിക് തുടങ്ങിയവർ സംസാരിച്ചു. അങ്കൺവാടിയിൽ കന്നഡ അധ്യാപികയെ നിയമിക്കുന്നതുവരെ കർമ്മസമിതി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ಇಂಟರ್ವ್ಯೂ ಅಲ್ಲಿ ನಾನು ಕೂಡ ಭಾಗಿಯಾಗಿದ್ದೆ. ಅವರು ಕೇಳಿದ ಎಲ್ಲ ಕ್ವಶನ್ಗಳಿಗೂ ನಾವು ಆನ್ಸರ್ ಮಾಡಿದ್ದೆವು. ಅದೇ ರೀತಿ ಅವರಿಂದ ಯಾವುದೇ ರೀತಿಯ ಒಂದು ಪ್ರಕ್ರಿಯೆ ನಮಗೆ ತಿಳಿಸಲಿಲ್ಲ. ಮತ್ತು ಕನ್ನಡದ ಬಗ್ಗೆ ತೀರೇ ಒಂದು ಅಭಿಮಾನ ಇಲ್ಲ ಅಂತೇಳಿ ಗೊತ್ತಾಗ್ತದೆ. ನನಗೆ 10 ವರ್ಷ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಉಂಟು ಈ ಶಿಶು ವಿಭಾಗದಲ್ಲಿ ಟೀಚಿಂಗ್ ಮಾಡಿ. ಅನರ್ಹರನ್ನು ಆಯ್ಕೆ ಮಾಡಿ ಅರ್ಹತೆಯುಳ್ಳವರನ್ನು ಆಯ್ಕೆ ಮಾಡಲಿಲ್ಲ. ಎಲ್ಲ ಬಿಟ್ಟು ಒಂದು ಹಾಸ್ಪಿಟ್ಲಿಗೆ ನಾವು ಹೋದರೆ ಅಲ್ಲಿ ಏನಾಗ್ತದೆ ಅಂದರೆ ಪೇಷಂಟಿಗೆ ಕನ್ನಡ ಗೊತ್ತಿರ್ತದೆ, ಮಲಯಾಳ ಗೊತ್ತಿದ್ದ ಡಾಕ್ಟ್ರಲ್ಲಿ ಇರ್ತಾರೆ. ನಮ್ಮ ಸೀಟನ್ನು ಇನ್ನೊಬ್ಬ ಹೇಳಬೇಕಾಗ್ತದೆ. ಇನ್ನೊಬ್ಬ ಹೇಳಿ ಕನ್ನಡದಲ್ಲಿ ಅದನ್ನು ಆ ಡಾಕ್ಟ್ರಿಗೆ ಹೇಳಿ ಪೇಷಂಟ್ಗೆ ಅವರು ಮದ್ದು ಕೊಡುವಂಥ ಪರಿಸ್ಥಿತಿ ಇಲ್ಲಿಯದಾಗಿದೆ. ನ್ಯೂಸ್ ಬ್ಯೂರೋ, ಅಡೂರ್.